ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ ഈ സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ ആത്മകണ്ണുകളാലെ രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തൻ സാന്നിധ്യം അതുണ്ടെന്നവൻ ചൊന്നതല്ലയോ അന്നു ചൊന്നതല്ലയോ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ ആത്മകണ്ണുകളാലെ അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു ദുഷ്ടലോകം ക്രൂശിനാൽ തകർന്നു പോകുന്നു കൃപ 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 എന്നങ്ങാത്തു ചൊല്ലവേ പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു ദീനസ്വരം മാറുന്നു നവഗാനം കേൾക്കുന്നു പഞ്ചനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സുവിശേഷം അഥവാ ക്രിസ്ത്യാനി, ഒരു ക്രിസ്ത്യാനി എങ്ങനെയുള്ളവനായിരിക്കണമെന്നാണ് ആ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഗലാത്യർ 6:1. സഹോദരന്മാരെ,
ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഒരു ക്രൈസ്തവൻ എങ്ങനെയുള്ളവനായിരിക്കണം? ഒരു ക്രൈസ്തവൻ്റെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? അവൻ്റെ മോട്ടീവ് എന്തായിരിക്കണം? അവൻ്റെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരിക്കണം? ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്ന വിഷയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിച്ച കാലത്ത് അന്നത്തെ റോമൻ ഗവർണറായിരുന്നത് തിബരിയോസ് കൈസറായിരുന്നു, റോമിലെ ചക്രവർത്തി. അദ്ദേഹം യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് ചില വാക്കുകൾ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനികളെ വിളിച്ചത് ക്രിസ്ത്യൻസ് ബ്ലാങ്ക് ഫെയ്ത്ത് എന്നാണ്. ബ്ലാങ്ക് ഫെയ്ത്ത്, BLANK, ബ്ലാങ്ക് ഫെയ്ത്ത്. ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസം ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നല്ല പറഞ്ഞത്. എന്ന് വച്ചാൽ വിവേകമില്ലാത്തതായ ഒരു വിശ്വാസമെന്നല്ല, വിവേകശൂന്യമായ ചിന്തയും ചിന്താധാരയുമുള്ള ഒരു കൂട്ടം ആളുകളെന്നല്ല വിളിച്ചത്. ബ്ലാങ്ക് ഫെയ്ത്ത് എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ വേറെ ഒന്നും അവർ നിരൂപിച്ചിട്ടില്ല. അവരുടെ ഹൃദയം ബ്ലാങ്കാണ്. അവരുടെ ഹൃദയം യേശുവിന് വേണ്ടി മാത്രമായിട്ട് വേറെ സ്ഥാപിത താല്പര്യങ്ങളോ വേറെ ഉദ്ദേശ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്ത സഭയുണ്ടാക്കണമെന്നോ പള്ളി ഉണ്ടാക്കണമെന്നോ മതമോ അല്ലെങ്കിൽ പണമോ സ്ഥാനമോ ഒന്നും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ലാത്തതായ ഒരു ബ്ലാങ്ക് ഫെയ്ത്ത്, ബ്ലാങ്ക് ഹാർട്ടായിരുന്നു. അവരുടെ ഹൃദയത്തിൽ യേശുവിനെ സ്നേഹിക്കണമെന്നുള്ളതായ ഒരൊറ്റ കാര്യമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അത് അവരുടെ their blank faith that the resurrected one will deal with all their problems who have faith in him and give his life to him. അഥവാ ഉയർത്തെഴുന്നേറ്റവനായ ആ ഗലീലാക്കാരന്, കർത്താവായ യേശുവിന് ഹൃദയം കൊടുത്ത അഥവാ അവനെ വിശ്വസിച്ചതായ അവരുടെ സകല കാര്യങ്ങളും ആ ഗലീലാക്കാരൻ, യേശുവിനെയാണ് ഗലീലാക്കാരൻ എന്ന് വിളിക്കുന്നത്, ആ ഗലീലക്കാരൻ നടത്തുമെന്നുള്ളതായ ഒരു ബ്ലാങ്ക് ഫെയ്ത്താണ് അവർക്കുള്ളതെന്ന്. അദ്ദേഹം വന്ന് ക്രൈസ്തവ കൂട്ടത്തെ വിളിച്ചത് ക്രിസ്ത്യാനികളൊന്നുമല്ല, പിന്നീടാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന പേരെല്ലാം ഉണ്ടായത്. ആദ്യമായിട്ട് ചക്രവർത്തി വരെ വിളിച്ചത് എ ഗലീലിയൻ മൂവ്മെൻ്റ് എന്നാണ്. ഒരു ഗലീലക്കാരൻ്റെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടം ആളുകളെന്നാണ്. ഇറ്റ് വാസ് സെറ്റ് ഓൺ മോഷൻ. അത് തുടങ്ങിക്കഴിഞ്ഞു, ഇനി അത് അവസാനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2000 കൊല്ലമായി ആ ഗലീലക്കാരൻ എന്ന് പറഞ്ഞതായ കർത്താവ് യേശുവിൻ്റെ പുറകെ പോകുന്ന ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞു. ഒരു കൂട്ടം നാനാ ജാതിയിൽ നിന്ന് നാനാ സഭയിൽ നിന്നും സഭാ വ്യത്യാസമില്ലാതെ അവരുടേതായ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ജാതി വ്യത്യാസമോ നോക്കാതെ, പണപരമായോ ഉദ്യോഗപരമായ വ്യത്യാസം നോക്കാതെ നസ്രായനായ യേശുവിൻ്റെ ആ ഗലീലക്കാരൻ്റെ പുറകെ പോകുന്ന ഒരു മൂവ്മെൻറ്റ്, ഒരു കൂട്ടമുണ്ടായി. അതിനെ ഇനി തടയാൻ കഴിയില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇനി അതിനെ തടയാൻ കഴിയില്ല. അഥവാ യേശുവിൻ്റെ പുറകെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും. കുറേ ആളുകളൊക്കെ സംഘടനാ തലത്തിലും സഭാതലത്തിലും പല പല സ്ഥാനമാനങ്ങളുടെയൊക്കെ പുറകെ മാറി മാറിയൊക്കെ പോയിരിക്കും. പക്ഷേ ഗലീലാക്കാരൻ്റെ പുറകെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ ഓൺലി ഫെയ്ത്ത് ആ ഗലീലിയനിലാണ്, അഥവാ കർത്താവായ യേശുക്രിസ്തുവിലാണ്. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് അവരുടെ ഏകശരണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്നുള്ളതായ ആ ഉറപ്പോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ പറയുന്നത് എത്രയോ ശരിയാണ്. ദർ ബ്ലാങ്ക് ഫെയ്ത്ത്, അവരുടെ വിശ്വാസം ബ്ലാങ്കാണ്, അവരുടെ ഹൃദയം ബ്ലാങ്കാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ല. എൻ്റെ ഇഷ്ടം ഇങ്ങനെയാ, എൻ്റെ താല്പര്യം ഇങ്ങനെയാ, എൻ്റെ ഹിതം ഇങ്ങനെയാ, എനിക്ക് വേണ്ടത് ഇതുക, അങ്ങനെയൊന്നും അവരുടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല. അവരുടെ ഹൃദയം ബ്ലാങ്കാണ്. അത് യേശുവിന് അവർ കൊടുത്തിരിക്കുകയാണ്.
അവിടെ യേശുവിന് എന്തെങ്ങനെ വേണമെങ്കിലും അവരെ നടത്താം, യേശുവിന് എങ്ങനെ വേണമെങ്കിലും അവരെ കൈകാര്യം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ആ ബ്ലാങ്ക് ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം ബ്ലൈൻഡ് ഫെയ്ത്ത് ആണോ ബ്ലാങ്ക് ഫെയ്ത്ത് ആണോ? ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാതെ, സംഗതി കാര്യം എന്തെന്നറിയാതെ, ആരൊക്കെയോ പറഞ്ഞത് കേട്ടത്, ചില പാരമ്പര്യങ്ങളോ എവിടെന്നോ കാരണവന്മാരുടെ കാലത്ത് കേട്ടതായ ഒരാചാരത്തെയും അനുഷ്ഠാനത്തെയും ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണോ? ഒരേ ബ്ലാങ്ക് ഫെയ്ത്ത് ആണോ? ക്രിസ്തുവിനായിട്ട് ഒന്നുമില്ലാതെ തുറന്നു കൊടുത്തതായ ഒരു ഹൃദയമാണോ നിങ്ങൾക്കുള്ളത്? ഏത് ഹൃദയമാണ് നിങ്ങൾക്കുള്ളത്? ഒന്നുകൂടെ ചക്രവർത്തി പറഞ്ഞു, their love, they don't fear. രണ്ട് കാര്യമാണ് ആ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞത്. they love, അവർ സ്നേഹിക്കുന്നവരാണ്. എത്ര യോഗ്യമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചത്. അവരുടെ ജീവിതം കണ്ടിട്ടാണ് അധികാരിയായി പറയുന്നത്. they love, അവരെ തന്നെയല്ല സ്നേഹിക്കുന്നത്, അവർ പണത്തെയോ മറ്റ് സ്ഥാനമാനങ്ങളെയല്ല സ്നേഹിക്കുന്നത്. they love even their enemies. they love, സ്നേഹമാണ് അവരുടെ മുഖമുദ്ര. സ്നേഹിക്കുന്നവരാണ് അവർ. സ്നേഹത്തിലാണ് അവരുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ദ ഗലീലിയൻ മൂവ്മെന്റ്സ് അഥവാ യേശുക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് അന്നത്തെ ചക്രവർത്തിയുടെ അധികാരികളുടെ നോട്ടിൽ ഉള്ളതാണ്. they love, അവർ സ്നേഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി വച്ചിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥയുമായി നാം താരതമ്യപ്പെടുത്തി നോക്കണം. they love, അതാണ് അവരുടെ മുഖമുദ്ര. മറ്റൊന്നുമല്ല അവരെക്കുറിച്ച് പറയാനുള്ളത്. they love. ഇന്ന് നമ്മൾ എത്ര പേരെക്കുറിച്ച് അങ്ങനെ ബ്ലാങ്കായിട്ട് പറയാൻ സാധിക്കും? he loves. എത്ര ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർക്ക് പറയാൻ പറ്റും? എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് he loves me. എത്ര ഭാര്യമാരെ കുറിച്ച് പറയാൻ സാധിക്കും? അവൾക്ക് പല കുഴവുകളുണ്ട്, പക്ഷേ she loves me. അവളെന്നെ ഇഷ്ടപ്പെടുന്നു, അവളെന്നെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, എത്ര മാതാപിതാക്കന്മാരെ കുറിച്ച്, എത്ര നമ്മൾ തന്നെ ഒരുമിച്ച് കൂട്ടായ്മ കൂടുന്ന സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? he loves, അവൻ സ്നേഹിക്കുന്നവനാണ്. അതാണ് മുഖമുദ്ര, സ്നേഹിക്കുന്നവനാണ്. രണ്ടാമത്, they don't fear, ഭയം അവർക്കില്ല, അവർക്ക് ഭയമില്ല. ഇന്നത്തെ ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞ വാക്കതാണ്, അവർക്ക് ഭയമില്ല. അവരും സാധാരണ മനുഷ്യരായിരുന്നു, അവരും ആ സമൂഹത്തിൽപ്പെട്ടതായ ഭയമുള്ള മനുഷ്യരോടുകൂടെ ഉള്ളവരായിരുന്നു. പക്ഷേ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഗലീലാക്കാരനായ ക്രിസ്തുവിനെ പിൻപറ്റി കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് പിന്നീട് എഴുതിയത് they don't fear, അവർക്ക് ഭയമില്ല. പ്രിയപ്പെട്ടവരെ, എന്തുടുക്കും, എന്ത് തിന്നും, എങ്ങനെ ജീവിക്കും, ആരോഗ്യം എങ്ങനെയാകും, ഈ തരത്തിലുള്ളതായ ഭയമൊക്കെ എല്ലാവർക്കും ഇല്ലേ? ഉണ്ടാവും. തീർച്ചയായിട്ടും മനുഷ്യരായ എല്ലാവർക്കും ആ ഭയമുണ്ട്. പക്ഷേ ഈ യേശുവിൻ്റെ പുറകെ പോയവർക്ക് അവർക്ക് ഭയമില്ല. കാരണം അവർ വിശ്വസിക്കുന്നവൻ അവരെ നടത്താൻ ശക്തനാണ്. അവരാരെ വിശ്വസിച്ചിരിക്കുന്നുവോ അവൻ അവർക്ക് കൊടുക്കാൻ ശക്തനാണ്. അതാണ് അവർക്ക് ഭയമില്ല എന്ന് പറയുന്നത്. അവർക്ക് ഭയമില്ല കാരണം അവർ ഈ ലോകം കഴിഞ്ഞാലും ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ ജീവിതമുണ്ടെന്നും ഈ ലോകം താൽക്കാലികമാണെന്നും ഇതിനപ്പുറത്തുള്ള ലോകമാണ് നിത്യമെന്നുള്ളതായ ആ വിശ്വാസത്തിൽ കൊണ്ടാണ് അവർക്ക് ആ ഭയമില്ലാതായത്. ദൈവമക്കളെ, ഭയം മാറണമെങ്കിൽ എന്ത് വേണം? ഭയം മാറണമെങ്കിൽ എല്ലാ കാര്യവും നടന്നാലും പോരാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായാലും പോരാ. ഭയം മാറണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ളതായ ആ ലക്ഷ്യം നമുക്കുണ്ടാകണം. മരണത്തോടുകൂടെ ഇവിടുത്തെ സകല കാര്യവും തീരും. മരണം കഴിഞ്ഞാൽ പിന്നെ ഏത് കോടതിക്കാണ് നമ്മുടെ മേൽ അധികാരം? മരണം കഴിഞ്ഞാൽ ഏത് സർക്കാരിനാണ് നമ്മുടെ മേൽ അധികാരം? മരണം കഴിഞ്ഞാൽ ഏത് സഭയ്ക്കാണ് നമ്മുടെ മേൽ അധികാരം? മരണം കഴിഞ്ഞാൽ ആർക്കാണ് നമ്മുടെ മേൽ അധികാരമുള്ളത്? പ്രിയപ്പെട്ടവരെ, മരണം കഴിഞ്ഞാൽ ഈ പറയുന്ന ആർക്കും നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. പക്ഷേ മരണം കഴിഞ്ഞും അധികാരമുള്ളവനുണ്ട്. മരണം കഴിഞ്ഞും അധികാരമുള്ളവനുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അവനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നതെങ്കിൽ ദൈവമക്കളെ, ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഒറ്റയ്ക്കായി പോകുമോ എന്ന ഭയം. എലീശ പ്രവാചകൻ കിടന്ന് കരയുന്നു. എലീശ പ്രവാചകൻ ഭയപ്പെട്ട് കരയുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. ഏലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ,
ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എലീശ പ്രവാചകൻ നിലവിളിക്കുന്നു. പ്രവാചകനായി എലീശ നിലവിളിക്കുന്നു. വൈ? എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത്? എലീശയ്ക്ക് രോഗം വന്നതുകൊണ്ടല്ല, ഏതെങ്കിലും ആപത്ത് വന്നതുകൊണ്ടല്ല. എലീശയ്ക്ക് ആപത്തോ രോഗം വന്നതുകൊണ്ടൊന്നുമല്ല നിലവിളിക്കുന്നത്. നഷ്ടം വന്നിട്ടുമല്ല നിലവിളിക്കുന്നത്. ആരും ഉപദ്രവിച്ചിട്ടല്ല നിലവിളിക്കുന്നത്. പിന്നെ എന്താണ് നിലവിളിക്കാൻ കാരണം? അതുവരെ എലീശയ്ക്ക് മാർഗദർശിയായി, എലീശയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, എലീശയ്ക്ക് ഉപദേശം കൊടുത്തുകൊണ്ട് ഒരു പ്രവാചകനുണ്ടായിരുന്നു, ഏലിയാവ്. പ്രവാചകനായി ഏലിയാവിൻ്റെ കൂടെ നടന്ന കാലത്ത് എലീശയ്ക്ക് കരുത്തുണ്ടായിരുന്നു. തൻ്റെ മുമ്പിൽ ഒരു പ്രവാചകനുണ്ട്, ഒരു ശക്തനായ പ്രവാചകനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേക പട്ടാളക്കാർക്ക് കഴിയാത്തത് തന്നെത്താൻ സാധിച്ച ഒരു പ്രവാചകൻ തൻ്റെ കൂടെ എൻ്റെ മുമ്പിലുണ്ട്. അവൻ്റെ തണലിലാണ് എലീശ വളർന്നത്. ആ പ്രവാചകന്റെ തണലിൽ എലീശ വളർന്ന് എല്ലാം ചെയ്തു വരികയാണ് ചെയ്തത്. അതുകൊണ്ട് എലീശയ്ക്ക് ഒന്നും പ്രത്യേകിച്ച് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രവാചകന്റെ പുറകെ എങ്ങനെ നടന്നാൽ മതി. ആ പ്രവാചകൻ പോകുന്നിടത്ത് പോവുക, ആ പ്രവാചകൻ ബഥേലിലേക്ക് പോവുക, അങ്ങോട്ട് പോവുക, ആ പ്രവാചകൻ എരീഹോവിലേക്ക് പോവുക, അങ്ങോട്ട് പോകുക, ആ പ്രവാചകൻ വേറെ യോർദാനിലേക്ക് പോകുക, അങ്ങോട്ട് പോകുക, അത്രയും ചെയ്താൽ മതി. അങ്ങനെയാണ് പ്രവാചകൻ പഠിച്ചിട്ടുള്ളത്. പ്രവാചകന് പരിചയമുള്ള ആത്മീയം ഈ തൻ്റെ മുൻഗാമിയായ തന്നെ അതുവരെ ഉപദേശം നടത്തിയ ആ എലീയ പ്രവാചകന്റെ പുറകെ അങ്ങ് നടക്കുക. അതുമാത്രമേ എലീശയ്ക്ക് അന്ന് വരെ ശീലമുള്ളൂ. പക്ഷേ എലീശ പ്രവാചകൻ വരെ പോയി യോർദാൻ കടന്നു. അപ്പുറം കടന്നു കഴിഞ്ഞപ്പോഴാണ് അഗ്നിയശങ്ങളും അഗ്നിരഥങ്ങളും വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? അതാണ് എലീശ നിലവിളിച്ചു. ഇനി എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? കാരണം ഏലിയാവങ്ങ് പോയി. ഇനി എന്താ ചെയ്യുക? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല. ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഏലിയാവങ്ങ് പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? ആരും ഒന്നും ഉപദേശിച്ചിട്ടില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. അതുകൊണ്ടാണ് എലീശ നിലവിളിച്ചു, ഭയപ്പെട്ട് നിലവിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴും നാം ഓർക്കണം, എന്നും നമ്മളെ ഉപദേശിക്കാനും എന്നും നമ്മളെ നടത്താനും ഇന്ന ചെയ്യേ, ഇന്ന പോലെ ചെയ്യേ, ഇന്ന കാര്യം ചെയ്യേ എന്ന് നമ്മളെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും എന്നും ആരും ഉണ്ടാവില്ല. എന്നും എല്ലാ കാലത്തും ആരും ഉണ്ടാവില്ല. യോർദാന്റെ അപ്പുറം അവൻ കടന്നു കഴിഞ്ഞപ്പോൾ അവനോട് പോലും പറയാതെ പ്രവാചകനങ്ങ് പോയി. ദൈവം എടുത്തുകൊണ്ട് പോയി. ഇനി പ്രവാചകന് എലീശ തിരിച്ചു വന്നേ പറ്റൂ. തിരിച്ചു വരാതെ നിർവാഹമില്ല. ദൈവമക്കളെ, മുന്നോട്ട് പോയേ പറ്റൂ. എങ്ങനെ പോകും? എന്ത് ചെയ്യും? അതാണ് എലീശ നിലവിളിച്ചു പോയി. ദൈവമക്കളെ, നമ്മുടെ കൂടെ എന്നും ഭാര്യ ഉണ്ടാകുമോ? എന്നും ഭർത്താവ് ഉണ്ടാകുമോ? എന്നും മാതാപിതാക്കന്മാരുണ്ടാകുമോ? എന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? എന്താണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്? എന്നും ആരെങ്കിലും ഉപദേശിച്ച്, എന്നും ആരെങ്കിലും പറഞ്ഞു തന്ന് നമ്മളെ നടത്തി നമ്മൾക്കിങ്ങനെ ഒരു ആലോചന പറഞ്ഞു തന്ന് പോകുന്നതാണോ വഴി? ഇല്ല. എലീശ നിലവിളിച്ചു പോയി. പക്ഷേ നിലവിളിച്ച് അവൻ അവിടെ നിന്നില്ല. അവൻ ആത്മീയ ഉപേക്ഷിച്ച് പോയില്ല. ഇനി എന്നെ നടത്താൻ ഇനി ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത്. എലീശ ഒരു കാര്യം ഉറപ്പാക്കി. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് എടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് എന്താ ചെയ്തത്? താൻ കേട്ടുപഠിച്ച ആ ഉപദേശം, തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വചനം, ആ വചനത്തെ പ്രവാചകനായ എലീശ തൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ഉറപ്പാക്കി ആ പുതപ്പെടുത്ത് വെള്ളത്തിൽ അടിച്ചു. വെള്ളം തിരിഞ്ഞു. പ്രവാചകൻ ഒരു കാര്യം എലീശ ഉറപ്പാക്കി, തൻ്റെ മുൻഗാമിയായ ഏലിയാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതവും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് ഉറപ്പാക്കണം. എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ അരികത്ത് യേശുവുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ യേശുവുണ്ട്. മരിച്ചു പോകുന്ന ഏലിയാവല്ല, മരണമില്ലാത്ത ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്ന് എലീശ ഉറപ്പാക്കി. എൻ്റെ സഹോദരങ്ങളെ, അതാണ് നമുക്ക് വേണ്ടത്. മരണമില്ലാത്തവനായ ദൈവം, മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതായ ആ ഉറപ്പാണ് നാം പ്രാപിക്കേണ്ടത്.
വീട്ടിലെ പശു പുല്ലു തിന്നൂല എന്നൊക്കെ പറയും പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പറയും ഏട്ടിൽ കണ്ടാൽ പോരാ കാട്ടിൽ കാണണമെന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ പുസ്തകത്തിൽ എഴുതിയ കുറെ വചനം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ഒരു പൂവിൻ്റെ പടം കണ്ടതുകൊണ്ടോ പശുവിൻ്റെ പടം കണ്ടതുകൊണ്ടൊന്നും അതാവില്ല. നാം വാസ്തവത്തിൽ ദൈവമക്കളെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകണം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകണം. ഹൃദയത്തിലുള്ള വചനം ഒരാൾക്കൂട്ടമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും കൊണ്ടും ഒരു കാര്യമില്ല. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകണം. ദൈവമക്കളെ, നാം ക്രൈസ്തവരാണെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? ഞാൻ ക്രിസ്തു ഉള്ളവനാണെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? എന്താണ് നിങ്ങളുടെ ഉറപ്പ്? എന്താണ് എൻ്റെ ഉറപ്പ്? ഞാൻ ക്രിസ്തു ഉള്ളവനാണെന്നുള്ളതിന് എൻ്റെ ഉറപ്പെന്താണ്? ഉറപ്പെന്താണെന്ന് ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു നോക്കാം. എന്താണ് എൻ്റെ കൂടെ യേശു ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആമോസ് 4:12. അതുകൊണ്ട് ഇസ്രായേലേ, ഞാനിങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽക്കാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് നിന്റെ കാതലായ വിഷയം. അതാണ് നിന്നെ നടത്തുന്ന വിഷയം. അതാണ് നിന്നെ മുന്നോട്ട് നടത്തേണ്ട വിഷയം. നിന്റെ ദൈവത്തെ എതിരേൽക്കാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തെ, വീണ്ടും വരാൻ പോകുന്ന യേശുവിനെ, മധ്യാകാശത്ത് വരാൻ പോകുന്ന യേശുവിനെ, എന്നോടോ നിങ്ങളോടോ ആരോടും പറയാതെ മധ്യാകാശത്ത് വെളിപ്പെടാൻ പോകുന്ന ആ യേശുവിനെ, അവനെ വെളിപ്പെടാൻ ആ യേശുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ആ ഒരുക്കം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ആ ഒരുക്കം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടോ? നിങ്ങളുടെ ജീവിതചര്യയിലുണ്ടോ? ഞാൻ യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയാണ് നിൽക്കുന്നതെന്ന്. അതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ എന്നുള്ളതിൻ്റെ അടയാളം. അതാണ് ആ ബോധ്യം. ആ ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഭയന്തിനു ഭയം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം പഠിച്ചു വന്നതായ ലേഖനമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം. ഇത് അപ്പോസ്തലൻ്റെ 1-ാമത്തെ ലേഖനം എന്ന് പറയാം. അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പട്ടാളത്തിൽ ഒരു നിയമമുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. മിലിറ്ററിയിൽ ഒരു റൂളുണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ റൂള് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു പട്ടാളക്കാരൻ ചെയ്യേണ്ടത് ശത്രുവിനെ നേരിടുന്നതിന് മുമ്പ് തൻ്റെ മിത്രം, തൻ്റെ സൈഡിലുള്ള പട്ടാളക്കാരൻ ആരെങ്കിലും ഊണ്ടടായി പരുക്കേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ രക്ഷിക്കാനാണ് നോക്കേണ്ടത്. ശത്രുവിനെ ആക്രമിക്കുന്നതിന് മുമ്പ് തൻ്റെ കൂടെയുള്ള പട്ടാളക്കാരൻ ആരെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെയാണ് ആദ്യം രക്ഷിക്കേണ്ടതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇതാണ് അപ്പോസ്തലൻ പറയുന്നത്. ആരെങ്കിലും പാപത്തിൽ വീണുപോയെങ്കിൽ, എങ്ങനെയാണ് മനുഷ്യൻ പാപത്തിൽ വീഴുന്നത്? പിശാച് തോൽപ്പിക്കുന്നതാണ് പാപത്തിൽ വീഴുന്നത്. വീണ്ടും നമുക്ക് നോക്കാം ദൈവമക്കളെ എങ്ങനെയാണ് പെരുമാറേണ്ടത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. ഇവിടെ നാം വായിക്കുന്നു, എന്നോടൊരാൾ ദോഷം ചെയ്തു. മറ്റത് ആദ്യം നാം വായിച്ചത്, ഗലാത്യ ലേഖനത്തിൽ വായിച്ചത്, ഒരാൾ പാപത്തിൽ വീണു. ഒരാളോട് വൈരാഗ്യമല്ല, ഏതെങ്കിലും പാപത്തിൽ വീണു. അല്ലെങ്കിൽ മദ്യപാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ കലഹത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് ചെയ്തായിരിക്കാം. പാപത്തിൽ വീണുപോയി. അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തണം. എന്നോടൊരാൾ പാപം ചെയ്താലോ അവനോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഞാൻ അവനോട് ചെന്ന് നിരപ്പ് പ്രാപിക്കണമെന്ന് പറയുന്നു. ദൈവമക്കളെ, ഞാൻ അവനോട് എങ്ങനെ പെരുമാറി എന്നുള്ളതിന് സാക്ഷ്യമുണ്ടാകണം. ഞാൻ അവനോട് ചെന്ന് സംസാരിക്കണം. അവൻ എന്നെ കൂട്ടാക്കിയില്ലെങ്കിൽ ഞാൻ സഭയിലെ മൂപ്പന്മാരോട് പറയണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ അവനോട് സ്നേഹത്തോടെ ഇടപെട്ടു. എന്നോട് വൈരാഗ്യം കാണിച്ചവനോട് ഞാൻ സ്നേഹത്തോടെ ഇടപെട്ടു എന്നുള്ളതിന് സാക്ഷ്യമുണ്ടാകണം. ദൈവമക്കളെ, എന്തുകൊണ്ടാ കലഹം? ഒരു കുറവുമില്ലല്ലോ നമ്മുടെ വീടുകളിലൊന്നും. കലഹത്തിനൊരു കുറവുമില്ലല്ലോ. കലഹത്തിന് വല്ല കുറവുണ്ടോ നമ്മുടെ വീടുകളിൽ? സഭകളിൽ കലഹത്തിന് വല്ല കുറവുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കലഹം നിലനിൽക്കുന്നത്?
വീടുകളിലെ കലഹം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പിണക്കം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സഭയിലെ കലക്കം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടായ്മയിലെ പിണക്കം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് തർക്കം. ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? ആ വിട്ടുവീഴ്ച ചെയ്യേണ്ട വ്യക്തി ആരാണ്? അത് തീരുമാനിക്കാത്തതുകൊണ്ടാണ് കലഹം മാറാത്തത്. ആ വിട്ടുവീഴ്ച ചെയ്യേണ്ട വ്യക്തി ഞാനാണ് എന്ന് തീരുമാനിച്ചാൽ, ഒരു ഭാര്യ തീരുമാനിച്ചാൽ അവിടെ കുടുംബത്തിലെ കലഹം തീരും. ഭർത്താവ് തീരുമാനിച്ചാൽ അവിടെ കലഹം തീരും. ദൈവമക്കളെ, അതാണ് കാര്യം. ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അധികം ലഭിച്ചവനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ഒരു സഹോദരൻ എന്നോട് പഴിച്ചാൽ ഞാനാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. 70 വട്ടം ക്ഷമിക്കണം. അന്നത്തെ റാബിമാർ പഠിപ്പിച്ചു 3 വട്ടം ക്ഷമിച്ചാൽ മതിയെന്ന്. പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു 7 വട്ടം ക്ഷമിച്ചാൽ മതിയെന്ന്. കർത്താവ് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണതിൻ്റെ എണ്ണമൊന്നും നോക്കണ്ട, അവൻ എന്ന് നിന്നോട് അനുകൂലമായി വരുന്നോ അന്ന് നീ അവനെ സ്നേഹിച്ചേ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, നിങ്ങളോട് പിണക്കമുള്ളവരോടെല്ലാം നിങ്ങൾ ദൈവവചന പ്രകാരം നിരപ്പായോ? വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഞാനാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞാനാണ് വിട്ടുകൊടുക്കേണ്ടത്, ഞാനാണ് വിനയപ്പെടേണ്ടത്, ഞാനാണ് എളിമപ്പെടേണ്ടത്, ഞാനാണ് നിരപ്പാകേണ്ടത്. ആ ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ദൈവമക്കളെ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ്, യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കൂടെ നിൽക്കുന്ന സഹോദരൻ വീണുപോയാൽ അവന് എഴുന്നേൽപ്പിക്കണമെന്നുള്ളത് മിലിറ്ററി റൂളാണെന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ വചനവും അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സ്നേഹത്തിലേക്ക് വരണം. നാം ഗലീലാക്കാരൻ്റെ പിന്നാലെ പോണവരാണ്. ദേ ലവ്, ദേ ഡോണ്ട് ഫിയർ. അവർ സ്നേഹമുള്ളവരാണ്. നമ്മുടെ പുസ്തകം എടുത്തിട്ട് ചിന്തിച്ച് നോക്കാം. എൻ്റെ ഉള്ളിൽ സ്നേഹമാണോ? ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ യേശുവിൻ്റെ സ്വഭാവം പ്രാപിച്ചുവോ? കർത്താവിൻ്റെ ചങ്കല ചോര കൊണ്ട് ഞാൻ വീണ്ടെടുക്കപ്പെട്ടുവോ? എൻ്റെ മരണസമയത്ത് ഒരു ക്ഷമിക്കപ്പെട്ട ആത്മാവാണോ എൻ്റെ കയ്യിലുള്ളത്? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എല്ലാവരോടും ക്ഷമിച്ച ഒരു ഹൃദയമോ ഒരു ആത്മാവാണോ ഉള്ളത്? എല്ലാവരോടും നിരപ്പായ ഒരു ആത്മാവാണോ എൻ്റെ കയ്യിലുള്ളത്? ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ഒരു ആത്മാവിന് മാത്രമേ സ്തെഫാനോസ് പോയതുപോലെ ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. എന്താണ് നാം പഠിച്ചത്? ക്ഷമിക്കാം, നിരപ്പാകാം. വീണുപോയവനെ ദൈവമക്കളെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം. നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഞാനാണ് വിട്ടുകൊടുക്കേണ്ടത്, ഞാനാണ് തോറ്റുകൊടുക്കേണ്ടത്. മനുഷ്യൻ്റെ മുമ്പിൽ തോറ്റാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജയിക്കാം. മനുഷ്യൻ്റെ മുമ്പിൽ തോറ്റാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജയിക്കാം. വചനം നമ്മളെ നടത്തട്ടെ. ഇതാണ് കാൽവരിയിലെ സ്നേഹം, ഇതാണ് ക്രൂശിൻ്റെ വഴി. ദൈവമക്കളെ, ക്രൂശിൻ്റെ പുറകെ നമുക്ക് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇത് അംഗീകരിക്കാനും ഇതനുസരിക്കുവാനും ഇതനുസരിച്ച് ജീവിക്കാനുമുള്ളതായ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തരണമേ. കർത്താവെ, വിട്ടുകൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് തരണമേ. ഞങ്ങളോട് സംസാരിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ തിരുരക്തത്തിൻ്റെ ശക്തിയുള്ള വചനമുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.